അതാണ് സ്പേസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ നമ്മൾ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫാമിലി ആയിട്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. നമ്മൾ സ്റ്റേ എടുത്തതിൻ്റെ പിറ്റേ ദിവസത്തെ മോർണിംഗ് വ്യൂ ആണ്. ഏറ്റവും അടിപൊളിയായിട്ടാണ് അവിടുത്തെ ആ മോർണിംഗ് വ്യൂ. അതിനുവേണ്ടി തന്നെയാണ് മിക്ക ദിവസം അവിടെ പോയാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുക. അത്ര നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ്. ശരിക്കും ഈ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി മമ്മിക്കും അമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ദിവസമാണ്. കാരണം നമ്മൾ വീട്ടിലൊക്കെ എപ്പോൾ ചെന്നാലും എത്ര എത്ര ലേറ്റായിട്ട് ചെന്നാലും എത്ര പറയാണ്ട് ചെന്നാലും പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നാദാൻകുട്ടിന് ഓപ്ഷൻസ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. കാരണം അവൻ ഇന്ന സാധനം കഴിക്കത്തില്ലെങ്കിൽ ഇന്ന സാധനം ഉണ്ടാവും. അത് കുഞ്ഞിന് വേണ്ടി അവർ പ്രിപ്പയർ ആണ്. ദോശ, ഇഡലി അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവൻ ഉപ്പുമാവ് കഴിച്ചില്ലെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ എന്താണ് കുഞ്ഞ് പറയുന്നത്, ഇടിയപ്പമെങ്കിൽ ഇടിയപ്പം, പറയുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ ടൈം അവരുടെ എഫേർട്ടും എല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്, അത്രയും സ്പ്രെഡുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അമ്മയ്ക്കും മമ്മിക്കും കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഡ്രീം കം മൊമെൻറ്റ് ആയിരുന്നിത്. ഈ മലബാർ കഫേയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉണ്ട്, കോണ്ടിനെൻ്റൽ അതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ഇത്തിരി ആയിട്ട് എടുത്ത് കഴിച്ച് നമുക്കതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ ദിവസത്തിൽ ചിലപ്പം നദാനും നമ്മൾക്കും അത് ചിലപ്പം ഒരു ഇതല്ലെങ്കിലും ഇവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നമ്മളത് ഹോസ്റ്റ് ചെയ്യുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ചേട്ടായിക്കും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിനെ ഇങ്ങനെ നമ്മൾ ഡ്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞങ്ങളുടെ മനസ്സിൽ കുറേ നാൾ കൊണ്ട് നടന്ന വലിയൊരാഗ്രഹമാണിത് ശരിക്കും പറഞ്ഞാൽ. എപ്പോൾ ഹയാത്തിൽ HYCM എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കഫേ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പായിട്ട് മാത്രം ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ അന്ന് എറണാകുളത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ്. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് അധികം നേരം ടൈം ഇരുന്ന് എല്ലാം ചെയ്തു. ബേക്കറി ഐറ്റംസും ബേക്കഡ് ഐറ്റംസും ഐസ്ക്രീംസ് അങ്ങനെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പേർപ്പസിൽ നമ്മളന്ന് നേരത്തെയാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഇത്രയും നേരത്തേൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങുന്നത്. അതിന് ശേഷം വീണ്ടും ഔട്ട്ഡോറിലൊക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് നമ്മൾ സുഭാഷ് ചേട്ടനെ മീറ്റ് ചെയ്യാനാണ് പോയത്. സുഭാഷ് ചേട്ടൻ മമ്മി എല്ലാവരെയും നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് ഇപ്പോൾ സുഭാഷ് ചേട്ടൻ. പപ്പ, മമ്മി, അമ്മ, ക്രിസ്റ്റി മോള് എല്ലാവരുമായിട്ടും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അവിടുന്ന് ചേട്ടൻ്റെ ഒപ്പം നമ്മൾ കിഡ്സ് സ്റ്റേഷനിലേക്ക് പോയി. ചേട്ടനാണ് നമ്മളെ കുഞ്ഞുങ്ങളുള്ള പ്ലേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ നമ്മളെ ചേട്ടായി വന്നിട്ടില്ല. നമ്മളത് ഞാനും നദാനും ആദ്യം പോയി. ചേട്ടൻ ഞങ്ങളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറേ ടൈം അവിടെ നമുക്ക് വർത്തായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ കുമ്പനാട്ടി ചെന്നാലും തലയോലപ്പറമ്പിൽ ചെന്നാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം ഭയങ്കര ബിസിയാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോയി ഇവരൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നത് പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഇവരെ ഇങ്ങനെ കുറേ നേരം വെറുതെ ഇരുത്തുക അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഇരുത്തിക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിരുന്നു. അങ്ങനെ അവിടെ മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിന് ശേഷം നമ്മൾ വൈകുന്നേരം നമ്മൾ സൺസെറ്റ് വ്യൂ കാണാനായിട്ട് പോയതുകൊണ്ട് നമുക്ക് ഗാർഡനൊന്നും അതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒത്തിരി നടന്ന് കാണാൻ പറ്റിയില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് നടന്ന് കണ്ടു. ഒരു പെർഫെക്റ്റ് സണ്ണി ഡേ ആയതുകൊണ്ട് എല്ലാം നമുക്ക് നടന്നൊന്ന് എൻജോയ് ചെയ്യാൻ സാധിച്ചു. തായ്സോളും വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ 12 മണിയായപ്പോൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി നമ്മളെല്ലാവരും പോന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര
സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഒരു ജസ്റ്റ് 1 ഡേ ആണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിലെ ഞങ്ങളുടെ ഒരു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരമാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ലുലുവിലോട്ടാണ് പോകുന്നത്. പപ്പ, മമ്മി, അമ്മ, ക്രിസ്റ്റിമോൾ ഇവരെല്ലാം നമ്മൾ ഒരു യൂബർ എടുത്ത് അവരെ ലുലുവിലേക്ക് വിട്ടു. അതിനുശേഷം നമ്മൾ പതിയെ ലുലുവിലേക്ക് പോവുകയാണ് ചെയ്തത്. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ മെട്രോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ലുലു ഒരു ഓപ്ഷനാക്കി വെച്ചത്. ഈ യൂബർ പോയത് MG റോഡ് വഴി, ഞങ്ങൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് ലുലുവിലെത്തിയത്. അതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ തന്നെ നേരത്തെ എത്തി. ഞങ്ങൾ പാർക്കൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഓൾറെഡി 6th ഫ്ലോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ലുലു ഓപ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇലക്ട്രോണിക് ഒരു ഫോൺ മേടിക്കണമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കുറച്ച് ഗ്രോസറി ഐറ്റംസ്. അപ്പോഴാണ് പപ്പായ്ക്ക് ക്രോസിൻ്റെ പെൻ മേടിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ക്രോസ് വേർഡിൽ കയറി. പപ്പ കുറേ ക്രോസിൻ്റെ പെന്നിൻ്റെ കുറേ മെമ്മറീസൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ക്രോസിൻ്റെ പെന്നൊക്കെ മേടിച്ചു. അതിന് ശേഷം മമ്മിക്ക് ക്ലോക്ക്, അതിന് ശേഷം ഒരു മൊബൈലും നമ്മളൊരു സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു മൊബൈലും എടുത്തു. അതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നു. ഫുഡ് കോർട്ടിൽ വന്ന് അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് പപ്പായും മമ്മിയും അമ്മയും ക്രിസ്റ്റിമോളും വീട്ടിലോട്ട് പോയി. ഞങ്ങളവിടെ പ്ലേ സ്റ്റേഷനിൽ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് എറണാകുളത്തിന് തിരിച്ചു വന്നു. അപ്പം ഞങ്ങളുടെ ഈ ദിവസം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ഡേ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.